സ്വന്തം അനിയൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും എത്ര രൂപത്തിൽ തള്ളി പറയുന്നു. ഒരേ നേരത്തെ NS ഗുണ്ടകളെന്ന് പറഞ്ഞു, അതിനകത്ത് തൃപ്തി പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർക്ക് തൃപ്തി വരാഞ്ഞിട്ട് ഇപ്പം SFIക്കാർ തന്നെ ഇത്, അത് മാർക്സിസ്റ്റുകാർ പറഞ്ഞു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ SFIക്കാർ വന്ന് കൊലപ്പെടുത്തി, 76 കൊലപ്പെടുത്തി എന്ന രൂപത്തിലേക്ക് പറയുക എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്തി, എത്ര വരെ എത്തി? ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ പോകുമോ? ഒരു മുൻ കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ആകാൻ ഒക്കുമോ? എത്ര അവിടെ പോയി നോക്കുക മാത്രമാണോ? എന്തെല്ലാമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുന്നപ്രയിലെ രക്തസാക്ഷികളെ അവമാനിക്കല്ലേ? പുന്നപ്ര വയലാർ രക്തസാക്ഷികളെ അവമാനിക്കുന്നത് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്. പുന്നപ്ര വയലാർ സമരം നടന്നുകൊണ്ടിരുന്നപ്പം ചിലർ തെങ്ങ കയറിയിരിക്കുകയായിരുന്നു. പറഞ്ഞില്ലേ? ചിലർ തെങ്ങയിൽ കയറിയിരിക്കുകയായിരുന്നു. അവരൊക്കെയാണ് പിന്നെ പുന്നപ്ര വയലാറിൻ്റെ പിന്മുറക്കാരായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ആക്ഷേപിക്കല്ലേ? ഏതെല്ലാം രൂപത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്തും തള്ളി പറയുന്നതിന് ഒരു മടിയും അദ്ദേഹം കാണിക്കില്ല. അതിനു വേണ്ടി ആ രൂപത്തിലേക്ക് ഒരു സമീപനത്തിൽ അദ്ദേഹം എത്തി. ഇപ്പോഴാണെങ്കിൽ ഏതോ ചാനലുകാർ ഒന്ന് രണ്ട് ചാനലുകാർ അവർ വസ്തുതാപരമായിട്ട് അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇയാൾ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു തോറ്റുപോയെന്ന് പറഞ്ഞു. അവർ അവിടെ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അല്ലേ? ആ ചാനലിനെ കുറിച്ച് ഇനി പറയാനുള്ളല്ലോ ഉണ്ടോ? എന്തുമാത്രം ആക്ഷേപങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞത്. അത് വന്നതുകൂടിയാണ് സകല ഈ കിളി പോയെന്നൊക്കെ പറയുന്നില്ല. അതുപോലായി. ഏത് നമ്മുടെ വൈകുന്നേരം അതുപോലായി പോയി കിടക്കുക. എന്നും പറയല്ലേ? എന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? സഖാവ് സുജാത സഖാവ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കൂടി ഇന്നലെ തുടങ്ങിയാണോ? അല്ലേ? എത്രയോ നാളായിട്ട് ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇത്തവണ അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞു, പാർട്ടി തീരുമാനിച്ചു. അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനത്ത് വിജയിപ്പിക്കാൻ വേണ്ടി. അതിനുവേണ്ടി വീട് കയറിയതിനെ കുറിച്ച് എന്ത് ആശയമാണ് പറയുന്നത്? ഒരാശയം ഒന്നുമില്ലെങ്കിൽ പോട്ടെ. കുറേ നാളെ ഇവിടെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആളല്ലേ? അതിൻ്റെ കൂടെ ഗുണം വേണം. ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഗുണം കിട്ടണമല്ലോ. അതുപോലും അദ്ദേഹത്തിനില്ല. എന്താ അത് പറയുന്നത്? എന്ത് ആശയമാണ് പറയണത്? ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറയാമോ? ഇനി അത് പോട്ടെ, ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്? എന്തും പറയാവുന്നതാണോ? അവർ നായരാണെന്ന് ഈ നാട്ടിൽ ആർക്കെങ്കിലും അറിയാവോ? സുജാത നായരാണെന്ന് അറിയാവോ? എന്തിനാ നായരാണെന്ന് പറയുന്നത്? സുജാത നായരാണ്. അവർ വിവാഹം കഴിച്ചിരിക്കണം. നല്ല ഒന്നാം തരം ഈഴവനാണ് വിവാഹം കഴിച്ചിരിക്കണം ഭർത്താവ്. അവർക്ക് ജാതി നായരുമില്ല, ഈഴവരുമില്ല, ഒന്നുമില്ല. അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുപ്രവർത്തകർ എല്ലാവരെയും ഒരേപോലെ കണ്ട് നടക്കുന്ന ആളല്ലേ സുജാത? അല്ലേ? ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെ നേതാവല്ലേ? പ്രിയ നേതാവല്ലേ? ആ രൂപത്തിൽ വന്നതല്ലേ? നായർ വീടുകളിൽ കയറി എന്ന് പറഞ്ഞ് നായർ വീട്ടിൽ ഒട്ടി കയറാൻ പറ്റില്ലേ? എന്താ നായർ എല്ലാം ഈയുടെ തട്ടിപ്പേരായിട്ട് കിടക്കുകയാണ് നായന്മാരെല്ലാം? അവിടെ കയറാൻ പാടില്ലേ? അവിടെ കയറി എന്താ കാര്യം പറഞ്ഞുകൂടെ? ഞങ്ങൾ പറയല്ലേ? അതിനെ ആക്ഷേപിക്കുകയാണ്. ഇതേ രൂപത്തിൽ ഞാൻ പറയില്ല, ഈ 2 ദിവസം കൊണ്ടാണ് ഇത്രയും ചൂടായത്. നല്ല ഒന്നാം തരം നല്ല ചൂടാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഈ 2 ചാനലുകാർ തോറ്റുപോയെന്ന് പറഞ്ഞുകൂടെ സംഗതി ആകെ മാറി. ഇപ്പം എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തും പറയാൻ ഒരു ഉളുപ്പില്ലാതെ പോവല്ലേ? രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗത്തിൽ പോവുക, തൊപ്പിയും വെച്ച് പോയി അവിടെ നിന്ന് ഞെളിഞ്ഞിരുന്ന് അവിടെ വർത്തമാനം പറഞ്ഞ് അവിടെ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്നിട്ട് എല്ലാവരും മോശക്കാരാണ് സകലരും. ആരാണ് ഇതിനകത്ത് കോടീശ്വരന്മാർ? പറയാം. കോടീശ്വരന്മാർ 6 പേര് മത്സരിക്കുന്നത് 2 പേര് കോടീശ്വരന്മാരാണെന്നോ? ആരാണ് കോടീശ്വരൻ? അവർ മത്സരിക്കുന്നവരൊക്കെ കോടീശ്വരനാണെങ്കിൽ ഈ സുധാകരന് വലിയ കോടീശ്വരനല്ലേ? അല്ലേ? അവരൊക്കെ കോടീശ്വരനായിട്ടാണ് സുധാകരൻ കാണുന്നതെങ്കിൽ സുധാകരൻ വലിയ കോടീശ്വരനല്ലേ? അതാണ് അവരങ്ങനെയാണെങ്കിൽ അതാണെങ്കിൽ അന്വേഷിക്കുക. കോടീശ്വരന്മാരാണെന്നോ? ആരാ കോടീശ്വരന്മാർ? ഇവിടെ അവരൊക്കെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഇപ്പോഴും വളരെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ടല്ലേ അവർ നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയത്, അല്ലേ? തീരുമാനിച്ചത്. ചെങ്ങന്നൂർ അവിടെ മണൽ മാഫിയ ഉണ്ടെന്ന് പറഞ്ഞ് സജി ചെറിയ മണൽ മാഫിയുടെ ആളാണ്. സജി ചെറിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ ഇത്?
അയാൾ മണൽഭാവിയാണ്. അങ്ങ് മണൽഭാവിയാണെങ്കിൽ പറ, മണൽഭാവി ഏത് മണൽഭാവിയായിട്ടാണ് ബന്ധം? ചുമ്മാ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കരുത്. ഇങ്ങനെ പറയാ. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത് എനിക്കറിയാം. എന്താ പറയാ ഞാൻ? എന്താ ആരാണെന്ന് പറയാണ്ടേ? പറ, ധൈര്യമുണ്ട് പറ. ഇത്രയും നാൾ അങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് ഇത് കൂട്ടുന്നതല്ലേ? അറിഞ്ഞുകൊണ്ട് കൂട്ടുന്നതല്ലേ ഈ പാർട്ടിയിൽ? കൃഷ്ണപിള്ള സ്മാരകത്തിൽ പ്രതികളായിട്ടുള്ള അവരൊന്നും അല്ല പ്രതികൾ, വേറെ പാർട്ടിക്കകത്തുണ്ടെന്നാണ് പറയാൻ. എന്താ പറയുന്നത്? അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കോൺഗ്രസ്സുകാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ UDFന്റെ വോട്ട് 10 കിട്ടണമെങ്കിൽ ഇങ്ങനെ പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും എല്ലാം തള്ളി പറഞ്ഞ് മോശപ്പെടുത്തിയാലേ കിട്ടുള്ളൂ എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അങ്ങേര് പറയുന്ന ഒന്നും വസ്തുതാപരമായ കാര്യങ്ങളല്ല, ഒന്നും സത്യസന്ധമായ കാര്യങ്ങളല്ല, എല്ലാം പച്ചക്കള്ളത്തരം വിളിച്ചു പറയുകയാണ്. പച്ചക്കള്ളത്തരം. അയാളെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചാണ്. ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയല്ലേ? ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഞങ്ങൾക്കറിയാൻ പറ്റില്ല എന്താണ് ഈ പാർട്ടി ആണെന്നല്ല, ഇതൊക്കെ അറിയാമല്ലോ, അറിയാവുന്നവരല്ലേ ഞങ്ങൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നവരെ തർക്കമില്ല. ഇപ്പം പ്രശ്നം എന്താ? ഇയാളുടെ ഈ പോക്കും ഇയാളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളും ഇയാളുടെ പ്രസംഗവും നല്ല രൂപത്തിൽ ഇപ്പം അമ്പലപ്പുഴയിലെ ജനങ്ങൾ കൈകാര്യം. അമ്പലപ്പുഴയിലെ ജനങ്ങൾ നോക്കി നിൽക്കുകയല്ലേ? ഈ തെടുപ്പ് ചുട്ട മറുപടി അമ്പലപ്പുഴയിലെ ജനങ്ങൾ കൊടുക്കും അദ്ദേഹത്തിന്. അതാണിപ്പോൾ ആദ്യം സംഭവിക്കാൻ പോണത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. ഇതാണ് അതൊക്കെ നിയമസാധ്യതകൾ നമ്മൾ ആലോചിച്ചിട്ട് പോവുകയായി. അതല്ലല്ലേ അത് നിയമം അതല്ല പ്രശ്നം. അതൊന്നുമല്ല പ്രശ്നം. അതിന് ജനങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുള്ളൂ. ആർക്കെതിരായിട്ട് പറയും? എല്ലാവർക്കും എതിരായിട്ട് പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അദ്ദേഹം ഈ പാർട്ടിയിലുണ്ടായിരുന്ന കാലം മുതലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം, ആ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കും. സ്വന്തം കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവരെല്ലാം വലിച്ചെറിയും. ഈ പണിയാണ് അദ്ദേഹം ഇത്രയും നാൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് അയാൾക്കൊരു മടിയില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പാർട്ടി സംഘടന സംവിധാനത്തെ അദ്ദേഹം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് പറയാനാ? ഇടതുപക്ഷം ഈ കേരളത്തിലാകെ വികസനം നടക്കല്ലേ? യുഡിഎഫിന്റെ പ്രതിനിധികൾ ഉള്ള നിയോജക മണ്ഡലത്തിൽ പോലും വലിയ വികസനമല്ല നടക്കുന്നത്. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു UDFന്റെ പ്രതിനിധിയല്ലേ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ വികസനം നടക്കുന്നില്ലേ? കേരളമാകെ വികസിക്കുകയാണെന്ന്. കേരളത്തിനാകെയല്ലേ മാറ്റം വന്നിട്ടുള്ളത്? എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് വികസനം എത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേട്ടതാണ്. അല്ലാണ്ട് UDF ജയിച്ച നിയോജക മണ്ഡലത്തിൽ വികസനം നടക്കണ്ട. അങ്ങനെയാണ്. അങ്ങനെ വന്നാൽ കേരളം എങ്ങനെ വികസിക്കുന്നത്? കേരളം മൊത്തത്തിൽ വികസിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വികസനം എത്താത്ത ഒരു സ്ഥലവും ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇങ്ങനൊരു ബദൽ നയം രൂപീകരിക്കുകയും കിഫ്ബി പോലുള്ള പദ്ധതികൾ കണ്ടെത്തുകയും അതുവഴി കോടിക്കണക്കിന് രൂപ സംഭവിച്ചെടുക്കുകയും അതെല്ലാം ഒരു അഴിമതിയുമില്ലാതെ സുതാര്യമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഈ കേരളത്തിൽ കാണുന്ന ഈ വികസനം മുഴുവൻ വന്നിട്ടുള്ളത്. ആ വികസനം അമ്പലപ്പുഴയിലും വന്നിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിലെല്ലാം വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രെഡിറ്റ് അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അത് അവിടെ മാത്രം ക്രെഡിറ്റ് ആകുന്നത്. അതിലൊരു പ്രതിനിധിയായിരുന്നപ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിനുണ്ട്. അതിന്റെ പ്രതിനിധി അല്ലാതാകുമ്പോൾ ആ ക്രെഡിറ്റ് പോയില്ലേ? അതോടെ ആ ഇടപാട് പോയില്ലേ?